നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഞാൻ കാറും കത്തിക്കില്ല, നിങ്ങളെ കത്തിക്കില്ല. പക്ഷേ ഈ വടി ഒടിയും വരെ നിങ്ങളെ തല്ലും. ഇനി വേണോ? വേണ്ട ഏട്ടാ. വേണോ? വേണ്ട. എന്താ സോറി പറ, സോറി പറ മകളെ. സോറി സോറി സോറി. നമുക്ക് നല്ല ബലമൊക്കെ ഉണ്ടോ, പക്ഷേ അതോടൊപ്പം മര്യാദയും വേണം. കേട്ടല്ലോ? ചെല്ല എടുത്തോണ്ട് പോടാ. പോടാ. താങ്ക് യു ചേട്ടാ. നിങ്ങൾ ഹാപ്പി അല്ലേ? ഓ ആ, എന്നാലേ എല്ലാവരും നന്നായിട്ട് സ്മൈൽ ചെയ്ത് വാ. ആ ചിരിക്ക്. എന്തൊക്കെയാ മോളെ നടന്നേ? പ്രിയോടല്ലേ അച്ഛൻ പൂജ ചെയ്യാൻ പറഞ്ഞേ, എന്നിട്ട് അവൾ എവിടെ പോയി? അത്രയും ആൾക്കാരുടെ മുന്നില് അച്ഛൻ നാണം കെട്ട് നിന്ന അവസ്ഥ കണ്ടില്ലേ നീ? നിനക്കെല്ലാം അറിയാവുന്നതല്ലേ, എന്നിട്ടും എന്തിനാ നീ ഇങ്ങനൊരു സാഹചര്യം ഉണ്ടാക്കി കൊടുത്തേ? ശത്രുതയുള്ളവർക്ക് ക്ഷേത്രം നടയാന്നൊന്നും നോക്കേണ്ട കാര്യമില്ലല്ലോ, ജയിച്ചാ മതി. നിന്റെ അച്ഛൻ തോറ്റുപോയി മോളെ, തോൽപ്പിച്ച് കളഞ്ഞല്ലോ പാവത്തിന്. കൃഷ്ണ. ആക്ഷൻ. എന്റെ അവസ്ഥ നിങ്ങൾക്ക് അറിയാമോ സർ? അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടതിന് ശേഷം ഞാൻ ഒറ്റയ്ക്കായി പോയി. താങ്ക് യു സർ. ശരത്തെ, തന്റെ ചോയ്സ് കൊള്ളാടോ. താങ്ക് യു സർ. സോ പ്രിയങ്ക, ഞാനിത് ഫിക്സ് ചെയ്യാം. ഷൂട്ടിങ്ങിന് മുമ്പ് ഒരു ഫൈനൽ ഓഡീഷനോടെ ഉണ്ടാവും. കുറച്ചുകൂടി എക്സ്പോസ്ഡ് ആയ വേഷങ്ങൾ ധരിക്കേണ്ടി വരും. എനി പ്രോബ്ലം? ഇറ്റ്സ് ഓൾ റൈറ്റ് സർ. ഞാനെന്താ അങ്ങനെ ചോദിക്കാൻ കാര്യമെന്ന് അറിയോ? തന്റെ ഡീറ്റെയിൽസ് നോക്കിയപ്പോ ഒരു അമ്പലവാസി പെണ്ണാണെന്ന് കണ്ടു. ഷൂട്ടിംഗ് സെറ്റ് വന്നിട്ട് തടസ്സങ്ങൾ പറഞ്ഞാ അത് ബുദ്ധിമുട്ടാവും. അല്ല, ഇത്തരം ഒരു അറ്റ്മോസ്ഫിയറിൽ നിന്ന് തനിക്ക് എങ്ങനെയാ ഇത്ര ഒരു സ്വപ്നം? അമ്പലവാസികൾക്ക് സ്വപ്നം കണ്ടുകൂടാന്നില്ലല്ലോ സർ. ഞാൻ അവിടെ ജനിച്ചു പോയത് എന്റെ കുഴപ്പമല്ലല്ലോ. എന്റെ സ്വപ്നം എന്നത് ഒരു ഫ്രീ വേൾഡ് ആണ്. എങ്ങോട്ടും സ്വതന്ത്രമായി പറക്കാനുള്ള ചിറകുകൾ വേണം എനിക്ക്. ഗുഡ്. ഉള്ളിൽ ഫയർ ഉണ്ടെങ്കിൽ തനിക്ക് സിനിമാ ലോകം കീഴടക്കാൻ പറ്റും. ഈ വാക്ക് താൻ മനസ്സിൽ വെച്ചോ. ഒരിക്കൽ താൻ ഒരു ലേഡി സൂപ്പർ സ്റ്റാർ ആയിരിക്കും. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ചെല്ലു മോളെ, ഇനി നമുക്കൊരു ഐസ്ക്രീം കഴിച്ചാലോ? ഏയ്, അതൊന്നും ശരിയാവില്ല. അതെന്താ പ്രിയ, കുറച്ചു നേരം എനിക്ക് നിന്നോട് തനിച്ച് സംസാരിക്കട്ടെ. കുറച്ചു നേരം ഒന്നിച്ചൊന്ന് ഇരിക്കണ്ടേ? പറയുന്ന കേക്ക് ശരത്തെ, വീട്ടിൽ നിന്ന് എങ്ങനെയാ ഞാൻ പോകുന്നതെന്ന് അറിയാലോ. അവിടെ എന്തൊക്കെയാ സംഭവിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്കറിയില്ല. ഇപ്പൊ എനിക്ക് പോയേ പറ്റും. പിന്നെ ഒരു ദിവസം ഞാൻ നിന്റെ കൂടെ ഇരിക്കാം. ഒരു ദിവസം മുഴുവനും കൂടെ ഇരിക്കാം. ഓക്കെ, ബൈ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.